സ്നേഹം നൽകേണ്ടവർ, കരുതലോടെ കാത്തു സൂക്ഷിക്കേണ്ടവർ, കരുതലോടെ പോറ്റി വളർത്തേണ്ടവർ, താലോലിക്കേണ്ടവർ. പടച്ചവനെ, ഇന്ന് കഴുകന്മാരെ പോലെ സ്വന്തം മക്കളെ കൊത്തിവലിക്കുന്ന, പീഡിപ്പിക്കുന്ന, കൊല ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതൃത്വം നഷ്ടപ്പെട്ടു പോയ കാലത്തിലെ സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത്. എത്രയോ ക്രൂരമായ കൊലപാതകങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ എത്രയോ ലാഘവത്തോടെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുകയാണ്, കുഴിച്ചുമൂടി കൊലപ്പെടുത്തുകയാണ്. പീഡിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നില്ലേ? നൊന്തു പ്രസവിച്ച തള്ളമാർക്ക് എങ്ങനെയാണോ സ്വന്തം മക്കളെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്താൻ സാധിക്കുക? അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യർ മൃഗതുല്യരായിട്ട് മാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട കൊലപാതകം. കല്യാണി എന്ന് പറയുന്ന 4 വയസ്സുള്ള പൊന്നുമോൾ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയ സ്വന്തം മാതാവിന്റെ വാർത്തകൾ നമ്മൾ കണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവേ, നമുക്കും മക്കളുണ്ടല്ലോ, നമ്മുടെ വീടുകളിലും കുരുന്നു മക്കൾ വളരുന്നുണ്ടല്ലോ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, അവർക്ക് അല്ലാഹു സംരക്ഷണം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, എന്നാണ് ഇതിനൊക്കെ ഒരു അറുതി വരിക? കഠിനമായ ശിക്ഷകൾ തന്നെ നൽകാൻ നിയമപാലകർ തയ്യാറാകേണ്ടതുണ്ട്. ഓരോരുത്തരും നേർച്ചയും വഴിപാടുകളും ചികിത്സകളുമായി കേറാത്ത അമ്പലങ്ങളില്ല, പള്ളികളില്ല, ഹോസ്പിറ്റലുകളില്ല. കുഞ്ഞിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അവരുടെ മുമ്പിലാണ് ഈ ക്രൂരത നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബ